നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നിൽ കൂടുതൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചുള്ള കണ്ടീഷൻസ് നമുക്ക് കമ്പൈൻ ചെയ്ത് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്കിതിൽ ആദ്യമായി വരുന്നത് ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. സോ നമ്മൾ ഇതിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളെല്ലാം ട്രൂ ആണെങ്കിൽ, സോ നമുക്ക് ഒന്നിൽ കൂടുതൽ കൊടുക്കാൻ, നമ്മളിവിടെ ചെയ്യുന്നത് 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഒന്നിൽ കൂടുതൽ എത്ര സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. സോ നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടും ട്രൂ ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആണെങ്കിൽ നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരും. സോ നമുക്ക് ഇതിൽ സിമ്പിൾ എന്ന് പറയുന്നത്, ലോജിക്കൽ ആൻഡിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് പോലെ 2 ആംബേഴ്സിൻ്റെ സൈനാണ്. സോ നമുക്കത് ചെയ്ത് നോക്കാം. സോ നമ്മൾ var a = 10 എന്ന് കൊടുക്കുന്നു. സോ നമ്മളിവിടെ അതുപോലെ var b = 20 എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം a = 10. അതുപോലെ നമുക്കിനി b = 20 ആണെന്ന് കൂടി ചെക്ക് ചെയ്യണം. സോ അതിന് ഈ 2 കണ്ടീഷന് ഇടയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം, ഈ ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. സോ നമ്മൾ 2 ആംബേഴ്സിൻ്റെ സൈൻ കൊടുക്കുന്നു. അതിനുശേഷം b = 20 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. സോ ഇപ്പോൾ a = 10 ആണെങ്കിൽ അതുപോലെ b = 20 ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരും. ഇതുപോലെ നമുക്ക് 2 കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചുള്ള കണ്ടീഷൻസ് ഇതുപോലെ നമുക്ക് കമ്പൈൻ ചെയ്ത് ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരും. കാരണം എയുടെയും ബിയുടെയും വാല്യൂ നമ്മളിവിടെ കൊടുത്ത അതേ വാല്യൂ ആണ്, 10ഉം 20ഉമാണ്. സോ ഞാൻ എയുടെ വാല്യൂ 150 എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരും. സോ അടുത്ത ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലോജിക്കൽ ഓർ ഓപ്പറേറ്ററാണ്. സോ ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് 2 വെർട്ടിക്കൽ ബാറാണ്. സോ ഇതിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരും. ഏതെങ്കിലും നമ്മൾ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരും. സോ നമുക്ക് സെയിം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ അപ്ലൈ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ആൻഡ് മാറ്റിയതിന് ശേഷം 2 വെർട്ടിക്കൽ ബാർ ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ കൊടുക്കുന്നു. സോ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. കാരണം നമ്മളിവിടെ കൊടുത്ത b = 20 എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിരുന്നു. സോ a = 10 എന്ന് പറയുന്നത് ഫാൾസ് ആയിരുന്നു. സോ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരും. നെക്സ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലോജിക്കൽ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു എക്സ്ക്ലമേഷൻ ചിഹ്നമാണ്. ഇത് നമുക്ക് തരുന്ന ഓപ്പോസിറ്റ് റിസൾട്ടാണ്. നമ്മൾ കൊടുത്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. ഫാൾസ് ആണെങ്കിൽ ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായി നമുക്കിപ്പോൾ അറിയാം b = 20 ആണെന്ന്. സോ നമ്മളിവിടെ b = 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. കാരണം ബിൻ്റെ വാല്യൂ 20 ആണ്. ഇനി ഞാൻ ഈ ബിയെ ഞാനൊരു ബ്രാക്കറ്റിനുള്ളിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാനൊരു ബ്രാക്കറ്റിനുള്ളിൽ കൊണ്ടുവരുന്നു. b = 20 എന്ന് പറയുന്ന ഈ കണ്ടീഷനെ ഞാനൊരു ബ്രാക്കറ്റിനുള്ളിൽ കൊണ്ടുവരുന്നു. അതിന് മുമ്പായിട്ട് ഞാൻ ആ ബ്രാക്കറ്റിന് പുറത്ത് ഞാൻ ഒരു എക്സ്ക്ലമേഷൻ സിമ്പിൾ ഇതുപോലെ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫാൾസ് എന്ന് പറയുന്ന റിസൾട്ട് തരും. സോ നമ്മളിവിടെ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ b = 20 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഫാൾസ് ആയി ലഭിക്കുന്നു. ആക്ച്വലി ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമുക്ക് ഫാൾസ് ആയി ലഭിക്കുന്നു. സോ നമ്മൾ b = 200 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 200 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. കാരണം ആക്ച്വലി b = 20 ആണ്. സോ നമ്മൾ 200 എന്ന് പറയുന്ന ഫാൾസ് കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നു. സോ ഇതിനാണ് നമ്മൾ ലോജിക്കൽ നോട്ട് ഉപയോഗിക്കുന്നത്. ഓപ്പോസിറ്റ് റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എക്സ്ക്ലമേഷൻ സിമ്പിളാണ്.